എംഫോർടെക്കിനെ കണ്ടപ്പോഴാണ് ഒരു കാര്യം പറയണത് കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു. എന്തുവാടാ എന്നാടാ എംഫോർടെക് എനിക്ക് അല്ല, ഹീസ് ഡിസേർവ്. പുള്ളി ഇത്രയും അത് ശരി ഒരു സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്ക് ഒരു നല്ലൊരു ക്രിയേറ്റർ ആരെന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംഫോർടെക്കിനെ പറയാം. കാര്യം പുള്ളി ഡിസിപ്ലിൻഡ് ആണ്. ആ പുള്ളിയുടെ എനർജി ആണെങ്കിലും എന്താണെങ്കിലും ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ പല ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ലൈവ് സ്ട്രീമേഴ്സിനിടയിൽ ഒരു ചെറിയ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട്. അതായത് ലാംഗ്വേജ് വൈസ്. ഇപ്പൊ നേരത്തേക്ക് ഞാൻ ഈ ഗെയിം സ്ട്രീംസ് ഒക്കെ കാണുന്ന ആളാണ്. അപ്പം ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ട്രീംസ് ഗെയിമിംഗ് സ്ട്രീമിംഗ് ഒക്കെ പരിപാടിയൊക്കെ കാണും. പിന്നെ റാൻഡം വീഡിയോസ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കാണുമ്പോൾ ഹെഡ്സെറ്റ് ഒന്നും യൂസ് ചെയ്യില്ല. പക്ഷെ ഇന്ന് അങ്ങനെ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏത് ലാംഗ്വേജ് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, അങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പം കറന്റ്ലി ഇപ്പൊ ഈ ഒരു കുറച്ച് അല്ല, നേരത്തെ അത് ഇത്ര കോമൺ അല്ലായിരുന്നു. കാര്യം കുറെയൊക്കെ ആൾക്കാർ ലിമിറ്റഡ് ആക്കി, അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനെ തെറി പറയുന്ന ആൾക്കാരാണ് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന റീച്ച് കണ്ടിട്ട് എന്തോന്ന് പിന്നിലുള്ളവര് പിന്നെ വരുന്നവര് ഇതാണ് ഇതിലേക്കുള്ള ശരിക്കുള്ള മെത്തേഡ് എന്ന് എന്നാണ് ഇങ്ങനെ കയറി ഇരുന്ന് തെറി വിളിക്കുക. അല്ലെങ്കിൽ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്താണ്, ഒരു മിനിറ്റിനിടയ്ക്ക് ഒരു 50 തെറിയെങ്കിലും, അതായത് ആ വീഡിയോയിൽ തെറി മാത്രമേ ഉള്ളൂ. അത് ഇപ്പം ചിലര് പറയുന്നുണ്ട് എന്താണ് ലൈക്ക് ഇഫ് യു ഡോണ്ട് വാണ്ട് ഇറ്റ് യു ഡോണ്ട് സീ ഇറ്റ് എന്ന് പറയുന്നതാണ്. പക്ഷെ അങ്ങനല്ലല്ലോ. നമ്മൾ ന്യൂസിലാണെങ്കിലും ഇപ്പൊ ഈ പറയുന്ന ഈ ഇഷ്യൂസ് നെഗറ്റീവ്ലി നമ്മളെ എഫക്ട് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലാത്ത ക്രിയേറ്റേഴ്സിനാണെങ്കിലും, കാരണം ഇപ്പോ ഇവര് വിചാരിക്കുന്നത് രാവിലെ എണീച്ചിട്ട് നമ്മൾ ഫോൺ എടുത്തൊന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കടാ മറ്റവനെ, ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കാര്യം എന്ന് വെച്ചാൽ ഫോൺ ഇങ്ങനെ എടുത്തിട്ട് നോക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഒന്നി ആദ്യത്തെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വീഡിയോ എങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെയുള്ളവൻ കാണണ്ട, അങ്ങനെയുള്ളവൻ സ്വൈപ്പ് ചെയ്ത് കളയാം, അങ്ങനെ നോക്കുന്നില്ല ഷോർട്സ്. പക്ഷെ അങ്ങനെ ഇത് നമ്മൾ ഫോൺ എടുത്ത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും അതിനെക്കാട്ടി നീളമുള്ളത്. ഇതിന്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നോ രണ്ടോ ആൾക്കാരാണെങ്കിൽ നമുക്ക് ആളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ അതൊരു ട്രെൻഡാണ്. അല്ല, അത് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴേ എന്താ പറയാ, ടോപ്പിൽ നിൽക്കുന്ന കുറേവരില്ലേ, ടോപ്പിൽ നിൽക്കുന്ന കുറെ ഭൂരിപക്ഷം ആൾക്കാരും ഈ തെറിവിളിയിൽ കണ്ടന്റ് ആക്കി നടക്കുന്ന കുറേവരുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അത് ഈ വ്യൂവേഴ്സ് അതിനെ എൻകറേജ് ചെയ്യുന്നുണ്ടാണ്. അപ്പൊ വ്യൂവേഴ്സിനെ എൻകറേജ് ചെയ്യുന്ന വ്യൂവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഈ അണ്ടർ ഏജ് ആയിട്ടുള്ള പിള്ളേരും സ്കൂൾ പിള്ളേരും കോളേജ് പിള്ളേരാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ഒരു സിസ്റ്റത്തിനിടയിൽ ഇതിന്ന് ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു സിനിമയാണെങ്കിൽ പോലും ഫിൽട്ടർ ചെയ്താണ്. യൂട്യൂബിനകത്ത് കണ്ടിട്ട് നമുക്ക് ഇപ്പൊ എന്ത് യൂട്യൂബ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ബട്ട് ദെൻ അഗൈൻ അവർക്ക് നമ്മുടെ ഭാഷ അറിയില്ല. നമ്മൾ എന്താ പറയുന്നുള്ള ഈ ചീത്തയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അതറിയില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ എല്ലാവരുടെയും എന്താണ്, കുട്ടികളുടെയും നമ്മുടെ ഏജുള്ളവരുടെയും അച്ഛനമ്മമാരുടെയും അമ്മൂമ്മയും അപ്പൂപ്പന്മാർക്കും വരെ ഇഷ്ടപ്പെട്ട ഒരു ക്രിയേറ്റേഴ്സ് ആണ്. പിന്നെ എല്ലാ ക്രിയേറ്റേഴ്സും അങ്ങനെ തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്റെ ഒരു ബേസിക് എനിക്ക് ഇഫ് യു ഹാവ് 1 million followers, നിനക്കൊരു സ്റ്റാൻഡേർഡ് ഒരു മിനിമം ഒരു ഇത് വേണ്ടേ? റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ലൈക്ക് നിന്നെ കാണുന്ന ആൾക്കാര് ഒരു 17 വയസ്സിനും 16 വയസ്സിനും ഒക്കെ താഴ്ന്ന ആൾക്കാരാണ് എന്നുള്ള ഒരു ഇത് നമുക്കും വേണ്ടേ? നമ്മളൊരു ഇൻഫ്ലുവൻസർ ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇൻഫ്ലുവൻസ് അത് കുട്ടികളെ ഭയങ്കര അതാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വലി ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരിലേക്ക് നിങ്ങളുടെ ഇൻഫ്ലുവൻസ് എത്തുന്നു എന്നുള്ളതല്ലേ അത് ഉദ്ദേശിക്കുന്നത്. ഒരു കർമ്മയുണ്ട്. എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന ഇഷ്യൂസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം ഇത് എസ്കലേറ്റ് ആവുന്നത് വരെ. എന്ന് വെച്ചാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി ഇത് കേട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവൂലെന്ന് പറയാൻ പറ്റും. ചേട്ടാ ഞാൻ പറയാലോ, ഡെഫിനറ്റ്ലി ഇൻ അപ്കമിങ് ഡേയ്സ് അത് ഉറപ്പായിട്ട് എസ്കലേറ്റ് ആവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇതിനെക്കാട്ടിലും വലിയൊരു ഇതാണ് സിനിമ ഫീൽഡ്. ആ ഫീൽഡിൽ വരെ സെൻസർ ബോർഡ് ഉള്ളപ്പം ഒരു വാക്ക് ഇവർ പറയുന്നതിന്റെ 100-ൽ 1 വാക്ക് പറയാൻ സമ്മതിക്കാത്ത ഒരു പൊതുബോധമുള്ള ഒരു നാട്ടുകാരുള്ള ഇതിലാണ് സെൻസർ ബോർഡ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഇത് തന്നെ ഇവിടെ സിസ്റ്റം തന്നെ വർക്ക് ചെയ്യുന്നത്. അവര്
കട്ട് ചെയ്തും ബീപ്പ് അടിച്ചും കളയുന്ന സാധനങ്ങളെല്ലാം ഒന്ന് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100-110 ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെ. ഒരു അതാ ഞാൻ കുഴപ്പമില്ലാണ്ടാണ് പറഞ്ഞത്. പറയുന്നത്. നമ്മുടെ ന്യൂസുകാരൊന്നും ഇതിപ്പോ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അത് അവരുടെ ഒരു രീതി അങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത് ഇപ്പൊ ഒരു കുട്ടി ഒരു സ്കൂളിൽ ചെന്ന് ഒരു ടീച്ചറിനെ വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു പാരന്റിനോട് സംസാരിക്കുക, എന്തായാലും അവർ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിടുന്നില്ല, സ്കൂളിലും പഠിപ്പിക്കാറില്ല. അപ്പം ഒബ്വിയസ്ലി ഇതിന്റെ അന്വേഷണം വരും. ഇതെവിടെയാണ് തിങ്സ് എസ്കലേറ്റ്. ആ സമയത്ത് എന്ത് പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസുകാർ ഇത് ഏറ്റുപിടിക്കും. ന്യൂസുകാർക്കൊന്ന് യൂട്യൂബിൽ ചെന്നൊന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. 2 വേർഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വീഡിയോസിന്റെ ഒരു നിര തന്നെ കിട്ടും. തെറി മതി, തെറിന്ന് അടിച്ച. അതെ. പബ്ലിസിറ്റി എന്നുള്ളത് നെഗറ്റീവ് പബ്ലിസിറ്റി, അതായത് എന്താണ്, പ്രശസ്തി അല്ല, കുപ്രസിദ്ധി. പക്ഷേ അങ്ങനെ അങ്ങോട്ട് പറയാന്ന് വിചാരിച്ചിരിക്കണോ? ഇത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്തും പൈസ ഉണ്ടാക്കാം. ആ ഒരു ലൈനിൽ ചിലർ പോകുന്നുണ്ട്. വളരെ ഡീസെന്റ് ആയിട്ടുള്ള മലയാളി ക്രിയേറ്റേഴ്സും ഉണ്ട്, അത് നമ്മൾ പറയണം. പക്ഷേ ഇപ്പോ മെജോറിറ്റിയും ഒരു ചീത്തപ്പേരുണ്ട്. സീരിയസ്ലി മലയാളി ക്രിയേറ്റേഴ്സിനിടയിൽ വലിയ ചീത്തപ്പേരുണ്ട്. ബിക്കോസ് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ എല്ലാവരും ഈ ഒരു ലൈനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചത്തെറിയുടെ ലൈനാണ്. അവർക്ക് കുട്ടികൾ ഇതൊക്കെ സംതിങ് കൂൾ എന്ന് വിചാരിച്ച് ചെന്നിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷെ ഇതെല്ലാം ബാക്ക് ഫയർ ചെയ്യും. ഇനി നിങ്ങൾ ആരും ചുരുളിയോ എന്ന് ചോദിച്ചുകൊണ്ട് വരരുത്. അത് സെൻസർഡ് മൂവിയാണ്. സോ അത് കേൾക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം പോയി കണ്ടാൽ മതി എന്നുള്ളൊരു ഇതിപ്പം പുഷ്ഡ് ഇൻ ടു അവർ ഫീൽഡ്സ്. ഇപ്പം ആൾക്കാരുടെ ഇതിൽ ഒരുപാട് പേര് ഇഗ്നോറന്റ് ആയിട്ട് പോകുന്നവരുണ്ട്. എന്തെങ്കിലും കാണിച്ചുകൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ച് ഇഗ്നോറന്റ് ആയിട്ട് പോകുന്നവരുണ്ട്. നമ്മളിപ്പം ചിലർ പറയുന്നതിനൊരു മറുപടി എന്താന്ന് വെച്ചാൽ വേണോന്നുള്ളവര് കണ്ടാൽ പോരെ. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. കാരണം ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ കാണാൻ താല്പര്യമില്ല. പക്ഷെ റീൽസിൽ എടുത്തിങ്ങനെ നോക്കുമ്പോഴത്തേക്കും വിളിച്ചു കഴിഞ്ഞ് കേട്ട് കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോ മൊത്തം ഞാൻ ആലോചിച്ചോണ്ടിരിക്കും. അതെ. അപ്പൊ അത് ഇത്രയും മില്യൺ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനിപ്പം ചിലപ്പോൾ നാളെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് തന്നെ പറഞ്ഞു തന്നിരിക്കുന്നതാണ് ഈ പരിപാടി അങ്ങ് ഷട്ട് ഡൗൺ ചെയ്ത്. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഇതില് അടുത്തുള്ള ഒരു ഏറ്റവും വലിയ ഇഷ്യൂ ആണ്, ഞാൻ കണ്ടതിൽ നോട്ടീസ് ചെയ്തതാണ്. ആരെയും ഉദ്ദേശിച്ചൊന്നുമല്ല പറയുന്നത്, പക്ഷെ ഒരു നോർമൽ പേരൊന്നും പറയാം. പക്ഷെ ഞാൻ പറയാം, ഇപ്പൊ ഉള്ള ഒരു ട്രെൻഡ് അതിനി ഇത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ എന്നൊന്നും അറിയാൻ വയ്യ. കാര്യം ഇവർ ഓൾറെഡി അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്നാണ് വരുന്നോണ്ട് ഇവർക്ക് എന്ത് കാണിച്ചാലും പ്രശ്നമില്ല. അപ്പൊ ഇപ്പൊ ഉള്ള ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാച്ചും വേറൊരു ബാച്ചും തമ്മിൽ അടി, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറും വേറൊരു ഇൻഫ്ലുവൻസറും തമ്മിൽ അടി. ഓക്കെ, ഇവര് ഫോണിൽ വിളിച്ച് തെറി വിളിച്ചോട്ട്, ഇവര് വീഡിയോ കോൾ വിളിച്ച് തെറി വിളിച്ചോട്ട്, ലൈവ് സ്ട്രീമിൽ ഇരുന്നോണ്ട് അടുത്ത് വെച്ച് അലക്കണം. എന്ന് വെച്ചാൽ ഫോൺ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നമ്മൾ ആദ്യത്തെ 2 സെക്കൻഡിൽ കേൾക്കേണ്ടത് കേട്ട് കഴിയും. എന്ന് വെച്ചാൽ അവിടെ നിന്ന് അങ്ങ് തുടങ്ങുകയാണ്. മനസ്സിലായില്ലേ? അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മലയാളികൾ പ്രത്യേകിച്ച് മനുഷ്യന്മാരുടെ ഒരു പൊതു സ്വഭാവം ഗോസിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ഹ്യൂമൻസിന്റെ ഒരു സൈക്കോളജി അങ്ങനെയാണ്. അപ്പൊ അത് കാണുമ്പോഴത്തെ അത് കാണാൻ താല്പര്യമുള്ള ഈ അടി കാണുമ്പോ ഇങ്ങനെ എത്തി നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. ആ സ്വഭാവമാണ് പൊതുവെ വ്യൂവേഴ്സ് കാണിച്ചോണ്ട് അവൻ വിളിച്ചു നാളെ രാവിലെ എണീച്ചോടെ കാണാം, മറ്റവൻ തിരിച്ച് വിളിക്കും. എന്തെങ്കിലും എക്സ്പെക്ടേഷൻ വേണം. ഈ നാട്ടും പുറത്തൊക്കെ എവിടെയെങ്കിലും ശബ്ദം കേട്ടിന് ഏതെങ്കിലും വീട്ടിൽ അടി നടക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒപ്പം പെണ്ണുങ്ങൾ കുടം എടുത്തോണ്ട് പൈപ്പിന്റെ മുട്ടിലോടും. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഒച്ച എനക്കും കേട്ട അപ്പൊ എടുത്ത് നേരെ ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി അങ്ങ് ഇതിടണം. എവിടെയും പോകണ്ട. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പൈപ്പില് പോവാ വെള്ളം ഉണ്ടാകുന്ന സംഭവം എന്താണ്. എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങും മറ്റേ പാവടെ കൊച്ചി നമ്മള് മേട്ടറിന് അത് ആ പരിപാടി. അല്ല, അതാണ് ഇപ്പൊ നീ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അത് ചിലപ്പോ സ്ക്രിപ്റ്റഡ് ആയിരിക്കും എന്ന് നീ പറഞ്ഞില്ലേ, അതൊരു പോയിന്റ് ആണ്. നല്ല സംശയമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവര് നോക്കുമ്പം എന്തുകൊണ്ട് സ്ക്രിപ്റ്റഡ് ആയിക്കൂടാ? അവര് നോക്കുമ്പോ ഇത്രയും വ്യൂസ് കിട്ടും, നമ്മളൊരു സ്റ്റോറി ഇങ്ങനെ ഉണ്ടാക്കിയാൽ അതാണെന്നല്ലേ പറഞ്ഞത്. ആവാം, മനസ്സിലായില്ലേ? അപ്പൊ ആണെങ്കിലും അല്ലെങ്കിലും പിന്നെ ഇത് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സ്ഥാപനങ്ങളും കോളേജിലൊക്കെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് സി വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ദാറ്റ്. പക്ഷേ ഒരു ഒറ്റ ശ്വാസത്തിൽ 50 തെറികളെ അവിടെ കൊണ്ടിരുത്തി 2 വാക്ക് നമ്മുടെ പിള്ളേർക്കും കൂടെ പറഞ്ഞിട്ട് പോകും എന്ന് പറയുമ്പോ
നമ്മളൊക്കെ നമ്മളൊരു സൊസൈറ്റി ഇല്ല, നമുക്ക് നമ്മൾ ചിന്തിക്കില്ല കോളേജിൽ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ വിഷമം. കാരണം നമ്മളെ നമ്മളൊക്കെ കോളേജ് പഠിച്ച സമയത്ത് നമ്മുടെ കോളേജില് കോളേജ്, സ്കൂളിലെ അച്ഛന്റെ അടുത്തും എല്ലാം ഇതേപോലുള്ള ടീമുകളെ വിളിച്ചോണ്ട് ചെന്നിരുന്നെങ്കിൽ അങ്ങേര് ഓട അടിക്കുന്നേനെ, ഓട്ടിച്ചിട്ട് ഇടിച്ചേനെ. പുള്ളിയിലെ നമ്മുടെ ആ പുള്ളി ഫാദറൊക്കെ ഇതുപോലെ ഒന്നല്ല, നമ്മൾ അത്രയും റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രമേ അവിടെയൊക്കെ അല്ലെങ്കിൽ നമുക്കൊന്നും അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അവരൊരു ചീഫ് ഗസ്റ്റിനെ കൊണ്ടുവരും, ഒരു ഡിസർവിംഗ് പുറമേ നിന്ന് ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവരുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അതൊക്കെ വളരെ സ്ട്രിക്ട്ലി ഒരു ഗൈഡ് ലൈൻസും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോയിരുത്തിയിട്ടുള്ള. പോലും അറിയില്ല. ഇപ്പൊ ഇതിന്റെ പോയിന്റ് ഉണ്ട്. അതായത് ഇപ്പം ഈ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെ മിക്കതും നമ്മളിപ്പോ കാണുന്ന, പേര് പറയാനില്ല, ഒന്നുമില്ല, ഭയങ്കര വളിക്കത്തരം കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കോമാളിത്തരം കാണിച്ചിട്ട് കുറെ മാര് ക്ലിക്കാവുന്നുണ്ട്. മനഃപൂർവ്വം കോമാളികളാവുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിൽ വന്നു കാണോ പേര് അങ്ങനത്തെ ആൾക്കാരാണ്. അതുപോലും നമ്മളൊന്നും പറയണില്ല, തെറിവിളി മാത്രമേ പ്രശ്നമുള്ളൂ. ക്രിയേറ്റർ ആവാൻ വേണ്ടി നമ്മളിപ്പോ ഒരു പേഴ്സണാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ചിലരുടെ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെടുന്ന, അങ്ങനെ ചിലപ്പോൾ ഗൂഫി ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരെ ചിലർക്ക് ഇഷ്ടം. ദാറ്റ് ഇസ് ഫൈൻ. അത് അഭിനയിക്കുകയോ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്തിരുന്നാലൊന്നും അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ നമ്മൾ ഇതുപോലെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, ഒരു 10 ലക്ഷം 20 ലക്ഷം കുട്ടികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏജിലുള്ള ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവരെ ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെ ഈ ഒരു ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിനൊരു നെഗറ്റീവ് ഇമ്പാക്ട്. സൊസൈറ്റിയെ പറ്റി ചിന്തിക്കണ്ട. ബട്ട് ദെൻ അഗൈൻ ഇത് നമുക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യും ഒരു സമയത്ത്. കൊച്ചു പിള്ളേരൊക്കെ ഇപ്പൊ ഏത് റേഞ്ചിലാണ് സംസാരിക്കുന്നത്. കൊച്ചു പിള്ളേര്, അത് ഞാൻ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്നാണ്. റീസെന്റ് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും കൊച്ചു പയ്യൻ, ആ പ്രായത്തിലൊന്നും നമുക്ക് നമ്മുടെ പേര് പറയാൻ അറിയാമെന്ന് അറിയില്ല, വിളിച്ച തെറി കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിളി പറഞ്ഞു. കാരണം ഇത് എവിടെ നിന്ന് കിട്ടുന്നെന്ന് വെച്ചാൽ ഇവര് വീട്ടുകാര് എന്ന് വെച്ചാൽ പുറമേ നിന്ന് ഞാനുണ്ട്, അവരെ വീട്ടില് ഈ പയ്യൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരുപാടായെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എവിടെ ആരെത്തുന്നെത്തി വീട്ടിൽ യൂസ് ചെയ്യുന്നതല്ല, അവരെ ഫാമിലിയിൽ ആരും യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇത് ഒബ്വിയസ് ആണ്. സോഷ്യലി നാളെ അതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അതിന് എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നുണ്ട് ഇതിനൊരു ഇഷ്യൂ ഉണ്ടാവും ഉടനെ. ഇനി ഒരു ഇഷ്യൂ നടക്കും, ഇത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും. ഈ ന്യൂസുകാരെല്ലാം കൂടെ ഓൾറെഡി യൂട്യൂബേഴ്സിനും ഇൻഫ്ലുവൻസേഴ്സിനും നമ്മുടെ നാട്ടിൽ നല്ല ചീത്ത പേര്. അത് കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് കൂടെ മേലേക്ക് ഇതെടുത്ത് വെച്ച് തരും. വെച്ച് തന്നിട്ട് പിന്നെന്താണ്, പിന്നെ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാകാൻ പോകുന്നത് എന്താണ്, ആ സമയത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇറങ്ങും. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇനി നമ്മുടേതായ ഒരു ഇതുണ്ടാവും, നമ്മൾ ഇത് ചെയ്താൽ മാത്രം. ഇപ്പം ഖത്തറിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഖത്തറിലുണ്ടത്. ഖത്തറിലൊന്നും ചുമ്മാ നമുക്ക് അവിടെ ചെന്ന് വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റത്തൊന്നുമില്ല. ഖത്തറിന് ഇൻഫ്ലുവൻസേഴ്സിനും ഇവർക്കും പ്രത്യേകം കാശ് കൊടുത്തു. അതായത് ഏകദേശം ഇനി ഞാൻ അന്ന് നിൽക്കുന്ന സമയത്ത് 10,000 ഇതെന്തോ ആണ്, ഖത്തർ റിയാൽ എങ്ങാണ്ടാണ്, 10,000 ഖത്തർ റിയാൽ ഇയർലി ലൈസൻസ് ഉണ്ടായിരുന്നു, പ്രത്യേകം കാർഡുണ്ട് ഇൻഫ്ലുവൻസേഴ്സിന്. അതുകൊണ്ട് നമ്മളെ കോണ്ടന്റ്സും മോണിറ്റേർഡ് ആണ്. എന്നാൽ മാത്രം അങ്ങനെ അത്ര സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ഉള്ള രാജ്യങ്ങളും ഉണ്ട്, എന്തും ഇടാൻ പറ്റും എന്നുള്ളതില്ല. അതൊക്കെ ഇവിടെ മാത്രമേ ഇത്രയും പ്രോഗ്രസീവായിട്ട് 100% ലിറ്ററസി എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും നമ്മളെ കളിയാക്കാറ്. 100% ലിറ്ററസി എന്ന് പറഞ്ഞാൽ ഇതെന്തോടെ ഇതൊന്നും കറക്റ്റ് ആണ്. ഇവിടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ ഒരുപാട്. പക്ഷെ ട്രോൾ ചെയ്യപ്പെടാത്തതും നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യത്തുള്ള ആൾക്കാർ ഇതിനെ ഏറ്റുപിടിച്ച് ട്രോൾ ചെയ്യാത്തതും അവർക്ക് ലാംഗ്വേജ് അറിഞ്ഞോടാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് ഇവർ ഈ പറയുന്ന ഈ 150 തെറിക്കിടയിൽ ഞാൻ ഇതുവരെയും അങ്ങനെയുള്ള യൂട്യൂബേഴ്സിന്റെ അല്ലെങ്കിൽ വെളിയിലുള്ള ഒരാൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തെറി വിളിക്കുന്ന യൂട്യൂബേഴ്സിന് അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും എനിക്ക് ഉള്ളതായിട്ട്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ അധികം എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഇതില് അങ്ങനെ തെറി വിളിക്കാത്തവരാണ് കുറവ്. ബാക്കി ഉള്ളതിലൊരു 95% ആൾക്കാരും അത് ഇങ്ങനെ ഒരു ട്രെൻഡ് മേളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അതൊരു ബെഞ്ച് മാർക്കായിട്ടാണ് ഇപ്പൊ എല്ലാരും തിങ്സ് ദാറ്റ് എന്താണ് ഈ വെറുതെ വിളിക്കുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ കൂൾ. അതിന് വേറൊരു കാര്യമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ